വെൽക്കം ടു അവർ മാത്സ് ക്ലാസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചില ഷേപ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഷേപ്സ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ട്രയാങ്കിൾസിനെ പറ്റിയാണ്. എന്താ ട്രയാങ്കിൾസ് എന്ന് വെച്ചാൽ 3-sided പോളിഗൺസ് ആർ കോൾഡ് ട്രയാങ്കിൾസ്. 3 വശങ്ങളുള്ള ബഹുഭുജങ്ങളെ നമുക്ക് ത്രികോണങ്ങൾ അഥവാ ട്രയാങ്കിൾസ് എന്ന് വിളിക്കാൻ കഴിയും. ഫസ്റ്റ് ട്രയാങ്കിൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. വശങ്ങളുടെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ മെഷർമെൻറ്റ് ഓഫ് സൈഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ ട്രയാങ്കിൾസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് സ്കെയിലൻ ട്രയാങ്കിൾ. സ്കെയിലൻ ട്രയാങ്കിളിൽ നോ സൈഡ്സ് ആർ സെയിം. ഒരു വശങ്ങളും ഈക്വൽ അല്ലാത്ത 3 വശങ്ങൾക്കും 3 നീളങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള ട്രയാങ്കിൾസിനെ നമുക്ക് സ്കെയിലൻ ട്രയാങ്കിൾസ് എന്ന് വിളിക്കാം. ദ സെക്കൻഡ് വൺ ഈസ് ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾസിൽ 2 സൈഡ്സ് എങ്കിലും ഈക്വൽ ആയിരിക്കും. At least 2 sides of the triangles are equal, then it can be called as isosceles triangle. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ വശങ്ങളും തുല്യമായ ട്രയാങ്കിൾസിനെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത്. അടുത്തത് ട്രയാങ്കിൾസിനെ അതിൻ്റെ ആംഗിൾസിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ച് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം വരുന്നത് അക്യൂട്ട് ട്രയാങ്കിൾ ആണ്. അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾസിൻ്റെ എല്ലാ ആംഗിൾസും ബിലോ 90 ഡിഗ്രി ആയിരിക്കും. അതായത് കോണുകൾ 90 ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ അങ്ങനെയുള്ള ത്രികോണങ്ങളെ നമുക്ക് അക്യൂട്ട് ട്രയാങ്കിൾസ് എന്ന് വിളിക്കാം. അടുത്ത വരുന്നത് റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. റൈറ്റ് ട്രയാങ്കിൾസിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. has one angle that is 90 degree are called right triangles. നെക്സ്റ്റ് വരുന്നത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ ആകുമ്പോഴത്തേക്കും അവിടെ എന്താണ്, ഒരു ആംഗിൾ 90 ഡിഗ്രിയേക്കാളും കൂടുതലായിരിക്കും. ഹാസ് വൺ ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, ദെൻ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. അപ്പോൾ ഇതാണ് ആംഗിൾസിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ച് ട്രയാങ്കിൾസിനെ ക്ലാസിഫൈ ചെയ്യുന്ന രീതി. ഇനി നമുക്ക് കുറച്ച് ട്രയാങ്കിൾസിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഈ പിക്ചർ നോക്കിക്കേ. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിൽ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഹൗ ക്യാൻ വി ഫൈൻഡ് ദ തേർഡ് ആംഗിൾ ഓഫ് ദിസ് ട്രയാങ്കിൾ? ഡു യു നോ അബൌട്ട് ദ കോൺസെപ്റ്റ് ദാറ്റ് ദ ആംഗിൾ സം ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി? ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ തുക 180 ഡിഗ്രിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാൻ കഴിയുക? അതെ, 180യിൽ നിന്ന് ഈ ആംഗിൾ സമ്മ് മൈനസ് ചെയ്താൽ മതിയാവും. അങ്ങനെ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് തേർഡ് ആംഗിൾ 90 ഡിഗ്രി എന്ന് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിളിനെ പറ്റി എന്ത് പറയാൻ കഴിയും? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അതുപോലെ തന്നെ ഇതൊരു സ്കെയിലൻ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. നെക്സ്റ്റ് പിക്ചർ നോക്കാം. ഇവിടെയും ട്രയാങ്കിളും 2 ആംഗിൾസും തന്നിട്ടുണ്ട്. നേരത്തെ സെയിം കോൺസെപ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാം. ഇവിടെ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ 70 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഈ ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് സെയിം ആണ്, 70 ഡിഗ്രി ആണെന്ന് കിട്ടും. ഇങ്ങനെ 70 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ കഴിയും? സെയിം ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സുകളും ഈക്വൽ ആണെന്ന് പറയാൻ കഴിയില്ലേ? ഇതുവഴി നമുക്ക് ഈ ട്രയാങ്കിളിനെ പറ്റി എന്ത് പറയാൻ പറ്റും? ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നാമത്തെ ട്രയാങ്കിളിലേക്ക് പോകാം. ഇവിടെ ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസും 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? 180 മൈനസ് 60 പ്ലസ് 60 ദാറ്റ് ഈസ് ഓൾസോ 60. അതായത് ഇവിടെ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും 60 ഡിഗ്രിയാണ്. സോ ഇൻ ദിസ് ട്രയാങ്കിൾ ഓൾ ആംഗിൾസ് ആർ കോൺഗ്രുവൻറ്റ്, ഓൾ ഓഫ് ദ സൈഡ്സ് ആർ ഓൾസോ കോൺഗ്രുവൻറ്റ്. സൈഡ്സും ആംഗിൾസും കോൺഗ്രുവൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ക്വാഡ്രിലാറ്ററൽസിനെ പരിചയപ്പെടാം. എന്താണ് ക്വാഡ്രിലാറ്ററൽസ്? ക്വാഡ്രിലാറ്ററൽസ് ആർ പോളിഗൺസ് വിത്ത് 4 sides, 4 angles and 4 vertices. 4 വശങ്ങളും 4 മൂലകളും 4 കോണുകളുമുള്ള ബഹുഭുജങ്ങളെ ക്വാഡ്രിലാറ്ററൽസ് അഥവാ ചതുർഭുജങ്ങൾ എന്ന് നമുക്ക് വിളിക്കാം. ഇനി ചതുർഭുജങ്ങൾക്ക് എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൈറ്റ്, പാരലലോഗ്രാം, സ്ക്വയർ, ട്രാപ്പിസോയിഡ്, റെക്റ്റാങ്കിൾ, റോംബസ് ഇവയെല്ലാം ക്വാഡ്രിലാറ്ററൽസിന് എക്സാമ്പിൾസ് ആണ്. ഇനി ഓരോന്നിനെക്കുറിച്ചും വിശദമായി നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്. ഫസ്റ്റ് വൺ ഈസ് കൈറ്റ്. നോ പാരലൽ സൈഡ്സ്. കൈറ്റ് എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിന് ഒരു പാരലൽ സൈഡ്സും തന്നെ ഇല്ല. ട്രാപ്പിസോയിഡ് എന്താണെന്ന് നോക്കാം. 1 പെയർ ഓഫ് പാരലൽ സൈഡ്സ്. ട്രാപ്പിസോയിഡുകളുടെ ഒരു പെയർ ഓഫ് സൈഡ്സ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് പാരലലോഗ്രാം. പാരലലോഗ്രാമിൽ 2 പെയർ ഓഫ് സൈഡ്സും
പാരലൽ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് റോംബസ്. റോംബസിൽ 2 പെയർ ഓഫ് പാരലൽ സൈഡ്സ് ആർ ഈക്വൽ സൈഡ്സ്. ഇവിടെ 2 പെയർ ഓഫ് സൈഡ്സും പാരലൽ ആയിരിക്കും, മാത്രമല്ല അവ ഈക്വലും ആയിരിക്കും. റെക്റ്റാങ്കിൾസ് 2 പെയർ ഓഫ് പാരലൽ സൈഡ്സ് 4 റൈറ്റ് ആംഗിൾസ്. 2 പെയർ ഓഫ് സൈഡ്സും പാരലൽ ആയിരിക്കും, ആംഗിൾസ് എല്ലാം റൈറ്റ് ആംഗിളും ആയിരിക്കും, അതായത് 90 ഡിഗ്രി ആംഗിൾസും ആയിരിക്കും. സ്ക്വയർ 2 പെയർ ഓഫ് പാരലൽ സൈഡ്സ് 4 റൈറ്റ് ആംഗിൾസ് ഈക്വൽ സൈഡ്സ്. സ്ക്വയറിൻ്റെ 2 പെയർ ഓഫ് സൈഡ്സും പാരലൽ ആണ്, ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആണ്, മാത്രമല്ല സൈഡ്സിൻ്റെ ലെങ്ത് ഈക്വലുമാണ്. ഇതാണ് സ്ക്വയർ. ഇനി ക്വാഡ്രിലാറ്ററൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി നോക്കാം. കൈറ്റ്, there is no parallel sides. Parallelogram, 2 pair of sides are parallel. Trapezoid, 1 pair of sides are parallel. Rhombus, 2 pair of sides are parallel and all of them are equal. Rectangle, 2 pair of the sides are parallel and angles are 90 degree. Square, 2 pair of parallel sides, 4 angles are 90 degree and all sides are equal. ഓക്കെ അല്ലേ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ ഫോർ ലിസണിങ്.